ഹലോ ഫ്രണ്ട്സ്, കുറച്ച് എനർജി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ സൂര്യഗ്രഹണം ആണല്ലോ 17-ാം തീയതി വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ സോളാർ എക്ലിപ്സ് എനർജിയുടെ ഒരു അപ്ഡേറ്റ് പോലെ പറയാം ട്വിൻ ഫ്ലെയിംസിനെ. ശരിക്കും നമ്മളൊരു സ്പിരിച്വൽ ജേണിയിലായതുകൊണ്ട് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാവുക. അതായത് കാർമിക ക്ലിയറിങ്സ്, നമ്മുടെ ഡെസ്റ്റിനി എന്താണോ അത് നമുക്ക് ആക്ടിവേഷൻ ആവുന്നൊരു സമയമൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ DFലാണെങ്കിൽ അതായത് ഡിവൈൻ ഫെമിനൈന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നു ജേണീനെ കുറിച്ചിട്ട്. അങ്ങനെ കുറച്ചൊരു ഡിറ്റാച്ച്മെൻറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഡിവൈൻ മസ്കുലൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗിൽറ്റ്, അതുപോലെ തന്നെ അവരുടെ റിഗ്രറ്റ്, അത്തരത്തിലുള്ള അവർക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള റിയലൈസേഷൻ കുറച്ച് സ്ട്രോങ് ആവും. കാരണം അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് ഒന്നും അവർക്ക് മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി കാർമിക് ക്ലിയറൻസ് നടക്കുമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾഡായിട്ടുള്ള കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വല്ല പാറ്റേൺസൊക്കെ നമ്മളിപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബ്രേക്ക് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. യൂണിവേഴ്സായിട്ട് തന്നെ ഫോഴ്സ്ഫുള്ളി ലെസൺ കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് പെയിൻഫുള്ളായിട്ട് ആയിരിക്കും കാര്യങ്ങൾ, പക്ഷെ അത് ഒരു ലോങ് ടേം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സോളാർ എക്ലിപ്സിൻ്റെ ഒരു എനർജിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റണ്ണർ ചേസർ ഡൈനാമിക്കിലൊരു ഷിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റണ്ണർ യൂഷ്വലി ഒരു DM എനർജിയിലായിരിക്കുമല്ലോ, അപ്പോൾ അവർ ഓടിയിട്ട് ഒരു റെസ്റ്റ്ലെസ് ആവും. അതുപോലെ തന്നെ ചേസറിനാണെങ്കിൽ ഒരു സറണ്ടർ മോഡ്, DF എനർജി ആണെങ്കിൽ ഒരു സറണ്ടർ മോഡിലേക്ക് പോകും. അതിനെയാണ് ഈ ഒരു എനർജി റിവേഴ്സ് ആവാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ഡെസ്റ്റിനി പോർട്ടലും കൂടിയാണ്. ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റീയൂണിയൻ ഉണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ മീറ്റിംഗ്, ഞാൻ ഒരുവിധം ഹീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് ഗോ ത്രൂ ഒരു 4 ഇയേഴ്സൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഡെസ്റ്റിനി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടെങ്കിൽ അവർക്കൊരു ഫിസിക്കൽ മീറ്റിംഗ്, അതുപോലെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ട്വിൻ ഫ്ലെയിംസിനൊക്കെ ആണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജും അതുപോലെ ഡ്രീം ടെലിപ്പതി അതൊക്കെ നടക്കാം. ഇല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ക്ലോഷറൊക്കെ ആണെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ DFനെ സംബന്ധിച്ച് അവർക്ക് ചില പവേഴ്സൊക്കെ ആക്ടിവേഷൻ ആവുന്നുണ്ട് ഈ എനർജിയിൽ. പ്രത്യേകിച്ചും ഹാർട്ട് ചക്രയും അതുപോലെ തന്നെ സോളാർ പ്ലക്സ് ചക്രയും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ DF ആണെങ്കിൽ അവരവരുടെ സെൽഫ് വെർത്ത് സ്ട്രോങ് ആക്കാനായിട്ട് നോക്കുക. വെയിറ്റിംഗ് എനർജിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും വെയിറ്റിംഗ് എനർജി കുറയുന്നൊരു ടൈം കൂടിയാണ്. ഇപ്പോൾ വെയിറ്റിംഗ് എനർജി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കൂടുതലും സെൽഫ് ലെവലിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ കൂടുതൽ പേരും ഇപ്പോൾ ഓൾറെഡി സെൽഫ് ലെവലിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു സിംറ്റംസ് പറയുകയാണെങ്കിൽ സഡനായിട്ടുള്ളൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റിലൊക്കെ ആണെങ്കിൽ ഡ്രീംസിൽ നമുക്ക് ട്വിന്നിനെ കാണാൻ സാധിക്കും. ഈ സമയത്ത് പലതരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സും പലരും കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോയിട്ട് അതിൻ്റെ മീനിങ് നോക്കിയിട്ട് കാര്യമില്ല. അത് ഈ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിങ്ങിൻ്റെയാണ്. പിന്നെ പഴയ എന്തെങ്കിലും തരത്തിലുള്ള മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിങ്ങനെ സർഫേസിലേക്ക് വരിക. അപ്പോൾ അതൊക്കെയാണ് ഒരു സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി DFസിനോട് ഒരു അഡ്വൈസ് പോലെ എന്താ പറയാൻ തോന്നണതെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നമ്മളൊന്ന് ഗ്രൗണ്ടിങ് ചെയ്യുക, നാച്ചുറലൊക്കെ ഒന്ന് നടന്ന് പതുക്കെ ഒന്ന് മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്യാം. ജേണൽ എഴുതാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ ജേണലൊക്കെ ഒന്ന് എഴുതാം. DFനെ നമ്മളൊരു ഫോഴ്സ്ഫുള്ളി ബാലൻസിങ് ആക്കാൻ നോക്കാണ്ട് കാമായിട്ട് മെഡിറ്റേഷനിലൂടെ അതിനൊന്ന് സിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ശരിക്കും പറയാൻ ഈ സോളാർ എക്ലിപ്സിൻ്റെ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് ഒരു ടെമ്പററി ആണ്. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്യാവശ്യം നല്ലൊരു 10-15 ദിവസത്തോളമൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ശരിക്കും പറയാൻ വെച്ചാൽ ഇതൊരു മേജറായിട്ടുള്ളൊരു ഷിഫ്റ്റ് നടക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. ശരിക്കും ഈ സൂര്യഗ്രഹണം ഇതൊരു എന്താണ് പറയുക, ഈ 2026 തന്നെ ഫസ്റ്റത്തെ സൂര്യഗ്രഹണമാണ് കേട്ടോ. നമുക്കിവിടെ ഇന്ത്യയിൽ അതിനെ പോസിബിളൊന്നും അല്ല കാണാനായിട്ട്. ബട്ട് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതിനുള്ളൊരു സാധ്യതകളുണ്ട്. ശരിക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരുമ്പോൾ ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് ശരിക്കും ഒരു എനർജി പോർട്ടലാണ്. പലതരത്തിലുള്ള ക്ലൻസിങ്, അതുപോലെ തന്നെ ചില എൻഡിങ്, റീബർത്ത് ഇതൊക്കെയാണ് ഉണ്ടാവുക ഈ ഒരു ടൈമിൽ.
നമ്മുടെ ഓൾഡ് തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ന്യൂ ബിഗിനിങ്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പവർഫുള്ളായിട്ടുള്ളൊരു കോസ്മിക് ലിഫ്റ്റിംഗ് നടക്കുന്നു എന്നാണ് പറയുക. ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാണ്ടുള്ള വല്ല കാർമിക് ലെസൺസ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊന്ന് ക്ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പെയിൻ ഹെവി ആയിരിക്കും. നിങ്ങളത് ഇപ്പോൾ ആലോചിച്ച് വിഷമിക്കുക, കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ആ സാഹചര്യത്തിലൊന്ന് പിടിച്ച് നിൽക്കാനായിട്ട് നോക്കുക കേട്ടോ. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാർമിക് ഇൻഫ്ലുവൻസും അതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഇത് കാണാനുണ്ട്. പ്രത്യേകിച്ചും വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വഴക്കുകൾ, അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്നും അധികം ദേഷ്യപ്പെടാതെ കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കുക. നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസൊക്കെ ഒന്ന് ഫീൽ ചെയ്യണ പോലെ തോന്നുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല, ഇതൊരു സമയത്തിൻ്റെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഡിറ്റാച്ച്ഡായി കാമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.